എല്ലാവർക്കും ഹായ്. ഇത് നമ്മളെ നാടൻ കേട്ടാ, പ്രകൃതി രമണീയമായ സ്ഥലം. ഫുള്ള് കണ്ടം, അതുപോലെ തോട്ടം. ഇപ്പോൾ ഒന്നും കണ്ടോന്നും അങ്ങനെ കാണൽ കുറവാണ്. ഫുള്ള് എല്ലാവരും റബ്ബറും കവുങ്ങെല്ലാം വെച്ചിട്ട്. പക്ഷേ നമ്മളെ ഈ നാട്ടിൽ ഇപ്പോഴും പണ്ടത്തെ ആ കൃഷി രീതി അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ. ഇത് അതിന് താഴെ ഒരു തോടെന്ന് പറയാം, എന്തോ ഒരു വെറൈറ്റി തോട്. ഫുള്ള് പാറ. പണ്ടെല്ലാം ഉരുൾപൊട്ടിയെന്നൊന്നും ഞാനിങ്ങനെ വിചാരിക്കും ഇത് കാണുമ്പോൾ. അതുപോലെ വലിയ വലിയ ഉരുളം കല്ലാന്ന്. അതിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഒരു സാഹസിക യാത്ര എന്നെല്ലാം പറയാം അതിൽ കൂടിയിട്ട് നടന്നിട്ട് അങ്ങോട്ടേക്ക് പോയാൽ. ഇത് നന്ദുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീടിന് താഴെയുള്ള തോടാണ്. അപ്പം ഞാനിത് ഫസ്റ്റ് അവളെ ഫ്രണ്ടിൻ്റെ അമ്മേരെ ഒന്നിച്ചാണ് ഞാനിത് കാണാൻ പോകുന്നതെല്ലാം. അപ്പം ഞാനിങ്ങനെ അത്ഭുതം, ഈ നാട്ടിൽ ഇങ്ങനത്തെയും ഉണ്ടാവും വെള്ളച്ചാട്ടമെല്ലാം. അപ്പം ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടം കാണാൻ നമ്മൾ ദൂരം പോവും. പക്ഷെ നമ്മളെ നാട്ടിൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ എടുത്തേക്കൊന്നും അങ്ങനെ ആൾക്കാർ വരൽ കുറവായിരിക്കും. പക്ഷെ ഇവിടെ എത്തിപ്പെട്ടാൽ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അവർ കുറേ നീന്തി കളിച്ചുവാടാ. ഞാൻ ആ വെള്ളത്തിലിറങ്ങി കുറേ ഇങ്ങനെ കുഞ്ഞുമക്കൾ പരന്ന് പോകുന്ന പോലെയാണ് ഞാൻ പോയത്. അതിൽ കൂടിയിട്ട് നടക്കാൻ കഴിയുന്നില്ല, എവിടെയും നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മുള്ളു പോലത്തെ പാറയും പിന്നെ ഉരുളം പാറയാതെങ്കിൽ വഴുക്കലായിട്ട് കാല് നിൽക്കുന്നില്ല. അങ്ങനെ ആടെയും നമ്മൾ കഴിയുന്ന സ്ഥലത്തു നിന്നെല്ലാം കുറേ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തു. പിന്നെ മേലേക്ക് പിള്ളേർ തോട്ടിലേ നടന്ന് മേലേക്ക് പോയി. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും അതിൽ എന്നെക്കൊണ്ട് എന്തായാലും നടക്കാനാവുന്നില്ല. ഞങ്ങൾ മേലേ കൂടി അടുത്ത് വേറൊരു സ്ഥലമുണ്ട്, നല്ല വെള്ളം നീന്താൻ പറ്റിയ നല്ലൊരു ആഴമുള്ള വേറൊരു സ്ഥലം. അപ്പോൾ അടുത്തേക്ക് പിന്നെ പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ അവിടെയാണ് അടിച്ചു പൊളിച്ച്. കുറേ ദൂരം പോയി വെള്ളച്ചാട്ടം കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ നാട്ടിൽ തന്നെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കാം. അങ്ങനെ നല്ല വെള്ളച്ചാട്ടോട്ട് കുറേ ആളിവിടെ കുളിക്കാൻ വരുന്നു. അപ്പോൾ ഈ സ്ഥലത്തേക്കാണ് അവർ എത്തിയപ്പോൾ മക്കൾ താഴെന്ന് പറഞ്ഞു നമുക്ക് ആടത്തേക്ക് പോകണം. ഇങ്ങനെ നടന്ന് ആടെ എത്തുമ്പോഴേക്ക് ആടെ കുറേ ആൾക്കാർ. അപ്പോൾ ഇവർക്ക് സങ്കടമായോ നമുക്കിവിടെ നീന്താൻ പറ്റേ. പിന്നെ അവരൊന്നിച്ച് കൂട്ടി അവരെ നീന്തിപ്പിച്ചു, കുറേ ഏട്ടന്മാരായിരുന്നവരെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടുന്ന് ചായ എല്ലാം കുടിച്ചാന്ന്